പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ബാക്കി പത്രങ്ങളിലേക്ക്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ വലിയ ജനവികാരം തന്നെ പാകിസ്ഥാനെതിരെ അലയടിക്കുകയാണ് രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രതിഷേധം കൂടി തെരുവുകളിൽ ശക്തമാകുന്നു എന്നുള്ള കാഴ്ചയാണ്. ഡൽഹി പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. सरकार ने आह्वान किया है कि इनको इस देश को छोड़ के जाना चाहिए, इसलिए यहाँ सभी हम यहाँ प्रोटेस्ट करने के लिए आए हुए हैं। പാക് അറ്റാഷമാരെ ഇനി അനുവദിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി ഇന്ത്യ കടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കെ പി അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ, ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിക്കുന്ന നടപടികളുണ്ട്, അതിനൊപ്പം തന്നെ അത്യന്തം ശക്തമാകുന്ന ജനരോക്ഷം പാകിസ്ഥാനെതിരെ. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലുള്ള പ്രതിഷേധം തന്നെ അതുകൊണ്ട് തന്നെ ന്യായീകരിക്കത്തക്ക തരത്തിലാണ്. പക്ഷേ വലിയ ഒരു അതിക്രമത്തിലേക്കൊക്കെ പോകുമെന്നുള്ള സൂചനകൾ അവിടെ ഉണ്ടോ? ഇപ്പോൾ നിലവിൽ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു അതിക്രമത്തിലേക്ക് പോകുമെന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. കാരണം ഇത് ഒരു ജനതയുടെ പ്രതിഷേധം അറിയിക്കലായി മാത്രം നമ്മൾ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. എന്തായാലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇത് അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരം ഹൈക്കമ്മീഷണർമാരുടെ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടേത് അടക്കമുള്ള തന്ത്രപ്രധാനമായ ഓഫീസുകൾ എല്ലാം ഏതാണ്ട് ഒരേ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ തടയുന്നുണ്ട്. അതായത് ഈ ഓഫീസിന് അടുത്തേക്ക് എത്താൻ എന്തായാലും പ്രതിഷേധക്കാരെ അനുവദിക്കില്ല എന്ന് വേണം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. പോലീസ് വലിയ സന്നാഹം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, രാജ്യത്താകമാനം വലിയ പ്രതിഷേധം, അതും എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാണ്. സാധാരണ നിലയിൽ ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ദൃശ്യമാകുന്നതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജമ്മു കാശ്മീരിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, ഇന്ത്യക്ക് ജയ് വിളിച്ചുകൊണ്ട് നിരവധി ആളുകൾ പാകിസ്ഥാനിലെ തെരുവുകളിൽ അടക്കം ഇറങ്ങിയിരുന്നു. രാത്രി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. അതുമാത്രവുമല്ല അപർണ, നമ്മൾ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഈ ഭീകരാക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാൻ സ്വദേശികളും പ്രദേശവാസികളും ഒക്കെ ഈ ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇതേ ജമ്മു കാശ്മീരിലെ തന്നെ ഒരു യുവാവ് ആ ആക്രമണത്തെ തടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വീരമൃത്യു വരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഈ യുവാവിന്റെ മൃതദേഹം ഖബറടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ജനാവലി അവിടെ ഉണ്ടാകുന്നു. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് ആ ജനാവലി ഒന്നടങ്കം കാശ്മീരിൽ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒപ്പം ഈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് വിറങ്ങലിച്ച് പിന്തിരിഞ്ഞു പോയവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകുന്ന കശ്മീർ ജനതയെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം അരങ്ങേറിയത്. ഇപ്പോഴിതാ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം ആണ്. സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ആണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ കാണാൻ സാധിക്കുന്നു. ഇന്ത്യ അതിശക്തമായ നയതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇടയിലാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരം വ്യാപകമായ പ്രതിഷേധങ്ങൾ പോലും പാകിസ്ഥാനെതിരെ ഉയരുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ കാര്യാലയത്തിലും സ്ഥാനപതി കാര്യാലയത്തിലേക്ക് ആണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ആളുകൾ തടിച്ചുകൂടി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണക്കാരായ ആളുകളെ കൊല ചെയ്യുന്ന ഈ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് അവർ ശബ്ദമുയർത്തുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇങ്ങനെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരാക്രമണത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇതിപ്പോൾ
സഞ്ചാരികളായിരുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യുന്ന, നേരെ നിറയൊഴിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ്. അതും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർ ആണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതിനു മുമ്പ് പലപ്പോഴായി അതിർത്തി കടന്ന് നടത്തുന്ന ഭീകരാക്രമണങ്ങളിൽ നമ്മുടെ ജവാന്മാർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വരാറുള്ളത് എങ്കിൽ ഇത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ആക്രമണമായിരുന്നു. ആ ആക്രമണത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കും, എല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിക്കും എന്നതുകൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അക്രമത്തിലേക്കോ ഈ പ്രതിഷേധങ്ങൾ കടക്കും എന്ന് നമുക്ക് ഒരിക്കലും അനുമാനിക്കേണ്ടതില്ല. മറിച്ച് ശക്തമായ പ്രതിഷേധം, രാജ്യത്തിന്റെ പ്രതിഷേധം, സാധാരണ പൗരന്മാരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ എന്നതാണ് വ്യക്തമാകുന്നത്. അപർണ. KP അഭിലാഷ് വിവരങ്ങൾ നൽകുമ്പോൾ ഡൽഹിയിൽ വലിയ പ്രതിഷേധത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഡൽഹി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ, ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന് മുന്നിലുള്ള പ്രതിഷേധം തിരിച്ചയക്കണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അംഗങ്ങളെ എന്നുള്ള ആവശ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അക്രമാസക്തമാകാത്ത രീതിയിൽ പോലീസ് നിയന്ത്രിക്കുന്നു. ഏതായാലും കൃത്യമായി കേന്ദ്ര സർക്കാർ തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലെ സൈനിക അറ്റാഷമാരും അനുബന്ധ ജീവനക്കാരും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു പോകണം, രാജ്യം വിടണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തതാണ് സർക്കാർ.